ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ മാത്തമാറ്റിക്സ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് ബിടെക് സ്റ്റുഡൻസിൻ്റെ. സോ നമ്മൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S2 ചന്ദ്ര ക്രാഷ് ബാച്ചിലൂടെയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് എനി ന്യൂമറിക്കൽസ്. അത് മാത്രമല്ല സെയിം കോൺസെപ്റ്റ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസും ചോദിച്ചിട്ടുണ്ട്. വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് ജസ്റ്റ് എൻ അവെയർനെസ്. ഓക്കെ, ഈ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൻ്റെ അടിയിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. അതായത് ഫ്രീ ക്ലാസ്, മാരത്തോൺ ഇടോ സാറേ, പ്ലീസ് ഷോ us എംപതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ, ഈ കമൻറ്റ്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഓക്കെ, പക്ഷേ ഞാനൊരു ഫാക്റ്റ് പറഞ്ഞു തരട്ടെടാ. അതായത് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് പുതിയൊരു വേൾഡിനെ പോലും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ കേപ്പബിലിറ്റി ഉള്ള ഒരു ഫീൽഡ് ഓഫ് സയൻസ് ആണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? എൻജിനീയേഴ്സ്. ദേ ആർ വെരി സ്കിൽഡ്, ദേ ആർ വെരി ടാലൻറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് ബിഫോർ ദ എക്സാം പഠിച്ച് തീർക്കേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. ഓക്കെ, അങ്ങനെ നൈറ്റ് ബിഫോർ ദ എക്സാം പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ പാസ്സാവുമായിരിക്കാം, ഇല്ലെങ്കിൽ പാസ് മാർക്കിൻ്റെ അടുത്തെത്തുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും നല്ലൊരു എൻജിനീയർ ആവില്ല. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല നോളജുള്ളൊരു ആളാകണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡിസൈൻ ചെയ്ത കോഴ്സസാണ് S2 ചന്ദ്ര ബാച്ച്, S4 മംഗൾ ബാച്ച്, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന S5 സ്പേഡ് എക്സ് ബാച്ച്, ഇപ്പോഴത്തെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന S3 മംഗൾ ബാച്ച്. ഇതൊക്കെ നിങ്ങളെ നല്ലൊരു എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡിസൈൻ ചെയ്ത കോഴ്സസാണ്. ഓക്കെ, ഇതിലൂടെ നിങ്ങളുടെ സിലബസ് എന്താണോ പറയുന്നത് ആ സിലബസ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തരിക. അതുമാത്രമല്ല നിങ്ങൾക്ക് ക്രാഷിലൂടെ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത്. ഇതിലൂടെ നല്ല നോളജുള്ളൊരു എഞ്ചിനീയർ നിങ്ങളായി, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായി മാറി, നല്ല മാർക്സ് ഉള്ള ആൾക്കാരായി മാറും. അപ്പോൾ നല്ല നോളജും ഉണ്ട്, നല്ല മാർക്സും ഉണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, കോൺഫിഡൻ്റ് ആയിട്ട് ഏത് ഇൻ്റർവ്യൂ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതൊരു വലിയൊരു പോയിന്റ്. ഇനി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ കോഴ്സസ് ചിലർ ഇപ്പോൾ ഫ്രീ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കമൻറ്റ് കണ്ടു, വി കോൺട്ട് അഫോർഡ്. ഓക്കെ, എടാ, ഞാൻ എൻജിനീയറിംഗ് 4 കൊല്ലം പഠിച്ചത്, ഞാൻ വലിയ കാശുകാരൻ്റെ കുടുംബത്തിലൊന്നല്ല കേട്ടോ. ഞാൻ 4 കൊല്ലം പഠിച്ചത് 4.5 ലക്ഷം രൂപയ്ക്കാണ്. ഓക്കെ, 4 years ഞാൻ സ്പെൻഡ് ചെയ്ത് ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിച്ച എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ 4.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ? ബിക്കോസ് ഞാനത് ആ ഒരു കാലം പഠിച്ചത് കൊണ്ടാണ് ഞാൻ ബിടെക് പഠിപ്പിക്കുന്ന ആളായി മാറിയതും എനിക്ക് ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയതും. ഓക്കെ, സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഇത് സംഭവിച്ചത് ബിക്കോസ് ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആ സമയത്ത് 4 ലക്ഷം രൂപ ബിടെക്കിന് ചിലവാകുമല്ലോ, അപ്പോൾ പിന്നെ ബിടെക് പഠിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഫ്രാങ്ക്ലിൻ ഇന്നിവിടെ നിൽക്കില്ല. ഓക്കെ, നമ്മൾ സംസാരിക്കില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ കാണില്ല. ഓക്കെ, സോ മണി എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഇൻവെസ്റ്റ്. ഓക്കെ, നിങ്ങൾ എഡ്യൂക്കേഷനിലേക്ക് ചിലവാക്കുന്ന ഓരോ രൂപയും ഇൻവെസ്റ്റ്മെൻ്റ് ആണടാ. അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പീരീഡ് കഴിയുന്ന സമയത്ത് നല്ലൊരു ജോലിയായിട്ടും ഓക്കെ ഒക്കെ നിങ്ങൾക്ക് തിരിച്ചതിൻ്റെ റിട്ടേൺസ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പൈസ മുടക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയും, എഡ്യൂക്കേഷന് വേണ്ടി പൈസ മുടക്കുക. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കോഴ്സ് ബിൽഡ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലൂടെയും പല മീഡിയാസിലൂടെയും നിങ്ങൾക്ക് ക്ലാസ്സസ് തരുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ എന്തുണ്ട്? എക്സ്പെൻസ് ഉണ്ട്. കാരണം പൈസ കൊടുക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല ഈ ഭൂമിയിൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അതേപോലെ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എല്ലാം കൃത്യമായി പഠിക്കണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു iPhone 16 Pro Max നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളതുപോലെ യൂസ് ചെയ്യാം അല്ലേ? സെയിം ടൈം iPhone 16 Pro Maxൻ്റെ ക്യാമറ മാത്രം നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് ഉപയോഗമുണ്ടോ? ഇല്ല. സെയിം ടൈം അതിൻ്റെ ചിപ്പ് മാത്രം തന്നു കഴിഞ്ഞാൽ ഉപയോഗമുണ്ടോ? ഒരിക്കലില്ല. സോ ഫുൾ പ്രോഡക്റ്റായിട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ മാത്രമേ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ളൂ. സോ ദാറ്റ് ഈസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ബിടെക് ഫുൾ പ്രോഗ്രാം. ഓക്കെ, എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തുള്ള നിങ്ങളുടെ പക്ക സിലബസ് ക്ലാസ്സസ്, ഗേറ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ്. അതുമാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി എക്സാം ടൈം ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ്. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന്. ഓക്കെ, സോ ഇനിയെങ്കിലും ഈ തലേ ദിവസം പഠിക്കുന്ന പരിപാടി നിർത്തുക.
നിങ്ങൾ ചിലപ്പോൾ 10ാം ക്ലാസ്സിലും +1 +2 നിങ്ങൾ ചിലപ്പം തലേ ദിവസം യൂട്യൂബ് കണ്ടിട്ടൊക്കെ പഠിച്ച് പാസ്സായവരൊക്കെ ആയിരിക്കാം. പക്ഷെ അതുപോലെ അല്ല എഞ്ചിനീയറിംഗ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഓക്കെ, ഇനി എപ്പോഴും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് മാരത്തോൺ ലൈവ് തന്നു കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം എന്നറിയാമോ? എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും, ആരും ആദ്യമേ പഠിക്കില്ല, സീരിയസ് എക്സാമിനും പഠിക്കില്ല, ഒന്നും പഠിക്കില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യും, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ലാസ്റ്റ് മാരത്തോൺ ലൈവ് തരും. ഓക്കെ, അത്രയും സമയം നിങ്ങൾ പാഴാക്കും, യു വിൽ വേസ്റ്റ്. ഓക്കെ, നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഗോൾഡൻ ടൈമാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ വേസ്റ്റ് ആക്കും. കാരണം അവസാന നിമിഷം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വരും, ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും, അത് നോക്കി പഠിച്ചാൽ മതി, എക്സാം നല്ല പാസ് മാർക്ക് കിട്ടും, മതി, ദാറ്റ്സ് ഇനഫ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും നിങ്ങൾക്ക്. അതൊരിക്കലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരിക്കലും നിങ്ങളെ ഉയർത്തുന്നില്ല, നിങ്ങളെ താഴ്ത്തുന്നതേ ഉള്ളൂ. നിങ്ങളെ നല്ല എഞ്ചിനീയേഴ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് തുടങ്ങിയിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെറ്റർ കോഴ്സ് ഇൻ ഇന്ത്യ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബിടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സോ ജോയിൻ ചെയ്യുക, പഠിക്കുക, ആൻഡ് ഇറ്റ്സ് അഫോർഡബിൾ. കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഓഫ്ലൈനിലൊക്കെ പോയി ഒന്ന് പഠിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഫോർഡബിൾ കോഴ്സസ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ, എത്ര കാര്യങ്ങളാണെന്ന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്, കുറച്ച് സർപ്രൈസസ് ഉണ്ട്, ഞാൻ പൊട്ടിക്കുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഈ വരുന്ന ദിവസങ്ങളിൽ അത് നമ്മൾ റിവീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാവും, ദാറ്റ്സ് റിയൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ദാറ്റ്സ് റിയൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ പോലും പൈസ മുടക്കി തന്നെയാണ് വാങ്ങിച്ചത്, ആരും ഫ്രീ ആയിട്ട് തന്നതല്ല. ഓക്കെ, സോ മനസ്സിലാക്കുക. സോ ഫ്രീ എന്ന് പറയുന്ന വാക്കിന് പ്രസക്തമേ അല്ല. ഓക്കെ, എവ്രി വാല്യുബിൾ തിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടില്ല, ആരും തരേയില്ല, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റത്തുമില്ല. അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും യൂട്യൂബിലേക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല, നോളജ് ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ദ റിയൽ ഫാക്ട്. ഓക്കെ, ഫൈൻ. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ബാച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസ് ഇനി വരുന്ന സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. S2 ചന്ദ്ര ക്രാഷ് ബാച്ചിൽ അതിലൂടെയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക, പഠിക്കുക. അതേപോലെ അടുത്ത സെമസ്റ്ററിലേക്കുള്ള S3 മംഗൾ ബാച്ച് അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. നമുക്ക് ആദ്യം തൊട്ട് തന്നെ S3 പഠിക്കണം. ഓക്കെ, അതേപോലെ 5th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള S5 സ്പെയ്ഡെക്സ് ബാച്ച് അനൗൺസിംഗ് ആണ്. ഓക്കെ, സോ ഇതെല്ലാവരും പഠിക്കുക, നല്ല എഞ്ചിനീയേഴ്സ് ആവുക, 9 പോയിൻറ്റേഴ്സ് ആവുകടാ. അതൊക്കെ നേടിയെടുക്കാൻ പറ്റും. എത്ര സ്റ്റുഡൻസാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നോക്കി പഠിച്ച് 9 പോയിൻറ്റേഴ്സ് ആയിട്ടുള്ളത്? എത്ര സ്റ്റുഡൻസാണ്? ഓക്കെ, ആൻഡ് നിങ്ങളെപ്പോലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കിട്ടിയതും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയും ചെയ്യുന്നു. ഓക്കെ, സോ ഇനിയും കാണണം. ഓക്കെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്നും കൂടെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. അപ്പോൾ ബൈ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ബൈ.